ലാൽ സലാം ഡയസിറെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ 6-ാം ദിനമാണ്. 6-ാം ദിനം, അതായത് നവംബർ 5-ാം തീയതി ഇന്ന് 7:30 വരെയുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. ഒരു മിഡ് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ വാർത്ത തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒപ്പം ലൈക്ക് ഷെയറുമൊക്കെ ഒന്ന് പ്രോത്സാഹിക്കണം, നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും വേണം. 1316ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈ 7:30 വരെ ലഭിച്ചിരിക്കുന്നത് 88,615ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി, അല്ലെങ്കിൽ ഓഡിയൻസ് ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. 23.5% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്നത് 1,50,07,000 രൂപയോളമാണ്. അതായത് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇന്ന് 2 കോടിയിലേക്ക് ഫൈനലായിട്ടുള്ള കളക്ഷൻ എത്തുമെന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നും 2,20,00,000 രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ ഉണ്ടാകും. തുടർച്ചയായി 3 ദിവസങ്ങളിലും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിനങ്ങളിലും സിനിമയ്ക്ക് അങ്ങനെ ഒരു കളക്ഷൻ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച 2,60,72,000 രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 2,85,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്നലെ 2,09,50,000 രൂപയോളം വന്നു. അതായത് ഏകദേശം 2,25,00,000 രൂപയോളം സിനിമയ്ക്ക് വന്നു എന്ന് പറയാം. ഇന്ന് നമുക്ക് 1.5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഫൈനലായിട്ട് 2 കോടിക്ക് മുകളിലെത്തും. അതായത് 2,20,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ 20,48,00,000 രൂപ നേടിയിരിക്കുകയാണ്. 23 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത്. ഇനിയും വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്ത് അങ്ങനെ വന്നിട്ടില്ല. ആദ്യ 2 ദിവസങ്ങളിൽ വന്നതല്ലാതെ പിന്നീട് ഒരു അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നലെ വരെയുള്ള ആ ഒരു ട്രാക്ഡ് കളക്ഷൻസിൻ്റെ പ്രകാരം, അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 44 കോടി വന്നു എന്നുള്ളതാണ് ഫൈനലായിട്ട് നമുക്ക് ലഭ്യമായ വിവരം. ഇന്നലത്തെ കളക്ഷൻ കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 4 കോടി അല്ലെങ്കിൽ 3.5-4 കോടിക്ക് മുകളിലുണ്ടാകും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ 2.25 കോടിക്ക് മുകളിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിനിമയ്ക്ക് 47-48 കോടി നേടിയിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ തീർച്ചയായും 50 കോടി ക്ലബ്ബിലേക്ക് കയറുമെന്നുള്ളതാണ്. ഹാട്രിക് 50 കോടി ക്ലബ്ബിലേക്ക് തൂക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അടിച്ചിരിക്കുന്നു നമ്മുടെ പ്രണവ് മോഹൻലാൽ എന്ന് തന്നെ പറയാം. അതെ, തുടർച്ചയായിട്ടുള്ള 50 കോടി ക്ലബ്ബുകൾ. ഈ ഒരു സിനിമ മികച്ച ഒരു സിനിമ എന്ന പേര് ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നു. നമുക്കറിയാം ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇനിയും കളക്ഷൻ കൂടും. ശനി ഞായർ ദിനങ്ങൾ, വെള്ളി ശനി ഞായർ ദിനങ്ങൾ അമ്മാതിരി കളക്ഷൻ തൂക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്തായാലും മലയാളത്തിൽ നല്ല സമയമാണ്. നല്ല സിനിമകൾ വരുന്നു, നല്ല ലെവലിൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നു. അങ്ങനെ നല്ല സിനിമകൾ വരുമ്പോൾ നല്ല കളക്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്തായാലും ഡയസിറ അത് കത്തി പടരുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹൊറർ സിനിമ, അത് പ്രത്യേകിച്ച് തിരക്ക് കൂടുന്നത് നൈറ്റിൽ ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൂടാതെ എക്സ്ട്രാ ഷോസ് 150-ന് മുകളിലാണ് ഇന്നലെയും ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ ദിവസം 200, 230 അങ്ങനെയുള്ള കാഴ്ച കാണാൻ കഴിയും. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ്. സിനിമ കണ്ടവരാണെങ്കിലും ഒന്ന് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ നല്ല സ്വാതന്ത്ര്യത്തോടെ ഇവിടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ലാൽ സലാം.